ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ആ SI ആ 3 പാവങ്ങളെ വിളിച്ചു വരുത്തി മക്കളെ രണ്ടുപേരെയും നമ്മുടെ സുധാകരൻ മാഷിൻ്റെ മുന്നിലിട്ട് ഇടിച്ച് ഇഞ്ച പരുവാക്കി. അപ്പോഴേക്കും അദ്ദേഹം തളർന്ന് വീണു കേട്ടോ. അച്ഛാ, അയാളെന്നെ ഒന്നും ചെയ്തില്ല അച്ഛാ, എന്നെ ഒന്നും ചെയ്തില്ല അച്ഛാ എന്ന് പറഞ്ഞുകൊണ്ട് വിശ്വൻ ഇങ്ങനെ ഇരിക്കുക. അപ്പോഴത്തേക്കും അയാൾ ഇടിയൊക്കെ കൊടുത്ത് വേർത്ത് കുളിച്ചിങ്ങനെ വരും. അപ്പോൾ കുറച്ച് വെള്ളം അപ്പോൾ ഇച്ചിരി വെള്ളം എടുത്ത് കൊടുക്കടാ എന്നും പറഞ്ഞുകൊണ്ടത് ഇവിടെ കിടന്ന് കളവൻ കാഞ്ഞു പോകണ്ടെന്നൊക്കെ SI ഇങ്ങനെ പറയാം. അപ്പോഴത്തേക്കും വേറൊരു പോലീസുകാരൻ കൊണ്ടുവന്ന് വെള്ളം കൊടുത്തു. അപ്പോൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ദർശൻ വക്കീലിൻ്റെ കോള് വരുന്നുണ്ടെന്നും പറഞ്ഞുകൊണ്ട് SIയുടെ കൈ കൊണ്ട് കൊടുത്തു വരവുള്ളൂ. ആരെങ്കിലുമൊക്കെ വിളിക്കുമെന്ന് ഞാൻ ഊഹിച്ചിരുന്നു, അതാണ് കൊടുക്കാനുള്ളത്, വേഗം അങ്ങ് കൊടുത്ത് തീർക്കാമെന്ന് വിചാരിച്ചതെന്ന് SI പറയുന്നൊരു ഫോൺ എടുത്തു. അപ്പോൾ അത് ഇവിടെ കേട്ടോണ്ടിരിക്കാം. ഹലോ, ഞാൻ അഡ്വക്കേറ്റ് ദർശനാണെന്ന് പറഞ്ഞു. അപ്പോൾ മനസ്സിലായി വക്കീലേ, പറഞ്ഞോളാൻ പറഞ്ഞു. ആ സുധാകരൻ മാഷിനെയും മക്കളെയും അറസ്റ്റ് ചെയ്തെന്ന് കേട്ടല്ലോ, എന്താ കേസ് എന്ന് ചോദിച്ചപ്പം അറസ്റ്റൊന്നും അല്ല വക്കീലേ, ദേ ആ വിക്രത്തെ പറ്റി അന്വേഷിക്കാൻ വിളിച്ചു വരുത്തി, അത്രേ ഉള്ളൂ എന്ന് SI പറയുമ്പം ജാമ്യം എടുക്കാൻ ആരെങ്കിലും അയക്കണമെന്ന് ചോദിച്ചു. അപ്പോൾ എന്തിനാ, അതിൻ്റെ ആവശ്യമൊന്നുമില്ല, ഇപ്പം തന്നെ വിട്ടേക്കാവല്ലോ. പിന്നെ സ്റ്റേഷൻ ജാമ്യത്തിൻ്റെ പോലും ആവശ്യമില്ല എൻ്റെ വക്കീലേ. ശരിയെന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ അങ്ങ് കട്ട് ചെയ്തു. എടോ കിളവൻ മാഷേ, താൻ വിഷമിക്കണ്ടടോ, തൻ്റെ മകനില്ലെങ്കിലും ദേ തൻ്റെ മരുമകളുടെ അവളുടെ പഴയ കാമുകനുണ്ടല്ലോ, അവനുണ്ട് കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് ഇവരോട് ഇങ്ങനെ പറയുക മോശമായിട്ട്. അവൾ വിവരം അറിഞ്ഞ് വിളിച്ചു പറഞ്ഞതുകൊണ്ടായിരിക്കും അവൻ്റെ വിളി വന്നത്, ജാമ്യം എടുക്കാൻ വരണോന്ന്. അപ്പോൾ മാഷൊക്കെ ഇങ്ങനെ ഇരിക്കുക. ഇയാളാണെങ്കിൽ ഒരുമാതിരി വൃത്തികെട്ട രീതിയിൽ ഇങ്ങനെ സംസാരിക്കുക. തൻ്റെ മോൻ കൊല നടത്തി ജയിലിലായതും മരുമോൾക്ക് കൂട്ടുണ്ടെന്ന് സാരം കേട്ടോ. മാഷിങ്ങനെ കൈ ചുരുട്ടിപ്പിടിച്ചിങ്ങനെ നിൽക്കുക ഇവനൊക്കെ ഉള്ള കലി തീർക്കാനായിട്ടേ, ഒന്നും പറയാതെ. അപ്പോൾ കൂടുതൽ മുഷ്ടിയൊന്നും നീ ഞെരിക്കണ്ട കേട്ടോടാ, ഈ പ്രായത്തിലേ ആവേശം നല്ലതല്ല മാഷേ എന്നും പറഞ്ഞ് മാഷിനോട് പറയുന്നു. പിള്ളേരെ കൂടി പോകാൻ നോക്കണോ എന്നും പറഞ്ഞുകൊണ്ട് അയാളിങ്ങനെ ഇവരോട് പറയുന്നു. എന്നിട്ട് 3 പേരും കൂടി അവിടെ നിന്ന് പോവുക. ഈ സമയത്ത് പിന്നെ കാണിക്കുന്നത് വാസുവനെയാണ്. വാസുവൻ അവിടെ ഇരുന്ന് ഫോണിൽ സംസാരിക്കുന്നു. വാസുവൻ്റെ ഫോണിലേക്ക് SIയുടെ കോള് ചെന്നു. അപ്പോൾ അവരെ ഞാൻ വിളിച്ചു വരുത്തിയായിരുന്നു, ശരിക്കും ഇടിച്ച് ഇഞ്ച പരുവാക്കിയിട്ടുണ്ട്, പക്ഷെ അവർക്കാർക്കും അവൻ എവിടെയാണെന്ന് അറിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് പറയാനാണോടാ താൻ എന്നെ വിളിച്ചതെന്ന് വാസുവൻ ചോദിക്കാം. ആ താന്തയെ കൊണ്ട് പറയിപ്പിക്കുന്നല്ലോടോ താൻ പറഞ്ഞത്. അന്നേരം സാർ, ഞാൻ പരമാവധി ശ്രമിച്ചതാ. അവൻ്റെ 2 ചേട്ടന്മാരെയും അയാളുടെ മുന്നിലിട്ട് ഞാൻ പെരുമാറി ചതച്ചു. എന്തെങ്കിലും അറിയാമെങ്കിൽ അവന്മാർ പറഞ്ഞേനെ എന്ന് ഇയാൾ പറയുക കേട്ടോ, ഈ SI വാസുവിനോട്. അപ്പം ആ കിളവനോ, അപ്പോൾ അത് തന്നെയാണ് സാർ പ്രശ്നം. പോലീസ് സ്റ്റേഷനിലെങ്ങാനും വെച്ച് എന്തെങ്കിലും സംഭവിച്ചാൽ അത് പിന്നെ അതിലും വലിയ തലവേദന ആവില്ലേ എന്ന് ചോദിക്കാം. അപ്പോഴേക്കും പിന്നെ ജാമ്യത്തിനായി ആ വക്കീൽ ദർശൻ വിളിക്കുകയും ചെയ്തു എന്നുള്ള കാര്യവും പറയാം. പിന്നെ കേസില്ലാത്തതിൻ്റെ പേരിൽ പറഞ്ഞു വിടേണ്ടി വന്നു. സാറിന് പരമാവധി സഹായിക്കണമെന്ന് ശ്രീകാന്ത് സാർ പ്രത്യേകം പറഞ്ഞായിരുന്നു, പക്ഷേ വെച്ചിട്ട് പോടോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇയാൾ പറയാം, ഈ വാസുവൻ. അയാളാണെങ്കിൽ ഭയങ്കര കലിപ്പിലും. എന്നിട്ടിങ്ങനെ ഇവന്മാർ തമ്മിൽ ഫോൺ വിളിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ശ്രീനിവാസിനെ. അപ്പോൾ സുധയാണെങ്കിൽ ഓരോന്ന് പറഞ്ഞ് ശ്രീനിവാസിൻ്റെ അടുത്തേക്ക് വരുമ്പോഴത്തേക്കും സുധയോടും ദേഷ്യപ്പെടുക കേട്ടോ. അപ്പോൾ നമ്മുടെ ജോസഫേട്ടനും അവരെല്ലാവരും അവിടെ ഉണ്ട്. ഫോണിങ് എടുത്ത സുധയെന്ന് പറഞ്ഞപ്പോൾ വേണോ എന്ന് ചോദിച്ചു. നിന്നോട് ഫോൺ എടുക്കാനല്ലേ പറഞ്ഞതെന്ന് ചോദിച്ചുകൊണ്ട് സുധയോട് ദേഷ്യപ്പെട്ടു. എന്നിട്ട് പിന്നെ ശ്രീനിവാസ ഫോൺ എടുത്ത് വിളിക്കുക, സുധേ വിജയോട് വണ്ടി എടുക്കാൻ പറ, അപ്പോൾ നിങ്ങളും വാ, നമുക്ക് നേരിട്ട് പോയി സംസാരിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ എങ്ങോട്ടാണെന്നില്ലേ, അപ്പോൾ പോലീസ് സ്റ്റേഷനിലേക്കാണെന്ന് ശ്രീനിവാസ സാർ പറഞ്ഞു. സോബുവിനാണ് ഞാൻ വിളിച്ചത്, അയാളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണെന്നും എന്താണ് അയാളുടെ പുറപ്പാടെന്ന് അറിയണമല്ലോ എന്നും പറഞ്ഞു. ഇപ്പം അത് ചെയ്യുന്നത് മണ്ടത്തരമല്ലേ എന്ന് സുധ ചോദിക്കാം. പിന്നെ അത് വാസുവിന് വേണ്ടിയും വിക്രമനെയും കുടുംബത്തിനെ ദ്രോഹിക്കാൻ തുടങ്ങുന്നത് കണ്ടു നിൽക്കണമെന്നാണോ നീ പറയുന്നതെന്ന് ചോദിച്ചു. അറസ്റ്റൊന്നും ഉണ്ടായില്ലല്ലോ എന്ന് സുധ പറഞ്ഞപ്പം എങ്കിൽ പോട്ടെ എന്ന് വെക്കാം, ഇതിങ്ങനെ തല്ലി ചതയ്ക്കാന്നൊക്കെ പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പ്രായമെങ്കിലും നോക്കണ്ടേ. സാറ് മാഷിനൊന്നും ചെയ്തിട്ടില്ല, അടി കൊണ്ടത് ചേട്ടന്മാർക്കാണെന്ന് രാജേട്ടൻ പറഞ്ഞു. അതിൽ വിനായകൻ ചേട്ടനെ കിട്ടിയത് എന്തായാലും നന്നായി, പുള്ളിയുടെ കയ്യിലിരിപ്പ് കുറച്ച് കൂടുതലാ എന്ന് നമ്മുടെ ജോസഫ് പറഞ്ഞു. അതിനേക്കാളും പ്രധാനം ഇത് എനിക്കെതിരെയുള്ള വെല്ലുവിളി കൂടിയാണെന്നാണ്. തിരിച്ചൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരാണ് ഭീഷണി എന്ന് പറയുമ്പം ഇങ്ങനൊരു സമയമായി പോയില്ലേ ശ്രീനിയേട്ടാന്ന് സുധ. അതുകൊണ്ട് ഇനി അവർ ചെയ്യുന്നതെല്ലാം സഹിച്ചു നിൽക്കണമെന്നാണോ നീ പറയുന്നതെന്ന് സുധയോട് ശ്രീനിവാസൻ ചോദിച്ചു. അങ്ങനെ ഇവർ ഇതിനെപ്പറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും പറയാം. അപ്പോൾ എങ്ങനെയെങ്കിലും ഈ കേസ് മുന്നോട്ട് വലിച്ചു നീട്ടിക്കൊണ്ടുപോയി ഈ സംഭവത്തിൻ്റെ പരമാവധി ആനുകൂല്യം മേടിച്ചെടുക്കുക എന്നുള്ളതാണ് അവരുദ്ദേശിക്കുന്നതെന്നുള്ള കാര്യം രാജേട്ടൻ അന്നേരം പറഞ്ഞു. അതിന് വേണ്ടിയിട്ടാണ് ഈ ബഹളവും പോലീസ് കേസും ഈ ഒച്ചയും പാടും ഒക്കെ എങ്കിലും നമുക്കൊരു പരാതി ഫയൽ ചെയ്താലോ എന്ന് സുധ ചോദിക്കാം. പാർട്ടിക്കോ അല്ലെങ്കിൽ പാർട്ടി പ്രവർത്തകർക്കോ വരുണിൻ്റെ കൊലപാതകത്തിൽ പങ്കില്ല എന്ന്
ഇലക്ഷനിൽ ജയിക്കാൻ വേണ്ടി അവർ പുറത്തുവിടുന്ന ആ ഒരു പബ്ലിസിറ്റിയാണതെന്നും അത് പുറത്തു വരാതിരിക്കാൻ വേണ്ടി പുളിക്കാൻ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നതെന്നും പറഞ്ഞ ഒരു പരാതി കൊടുത്താലോ, ഒരു ഹേബിയസ് കോർപ്പസ് കൊടുത്താലോ എന്നിങ്ങനെ സുധ ചോദിക്കുക. അപ്പോൾ ഇവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ശ്രീനിവാസൻ ഒന്ന് ചിരിച്ചു. അതൊരു നല്ല ഐഡിയ ആണല്ലോ സുധേ എന്ന് പറഞ്ഞു. അന്നേരം പക്ഷേ അന്വേഷിക്കുന്നത് നമ്മുടെ പോലീസ് തന്നെ ആവുമല്ലോ സാറേ. അപ്പോൾ പുളിക്കനെ കണ്ടെത്തുന്നതും കോടതിയിൽ ഹാജരാക്കുന്നതൊക്കെ അവിടെ നിൽക്കട്ടെ, പക്ഷേ അവരെ പ്രതിരോധത്തിലാക്കാൻ അത് കഴിയും. ആളുകൾക്കിടയിൽ ആ വാർത്ത മാക്സിമം പ്രചരിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മൾ നീതിക്ക് വേണ്ടി ശ്രമിക്കുകയാണെന്ന് നമ്മുടെ ഭാഗത്ത് എല്ലാ തെറ്റെന്നും വരുത്തി തീർക്കാനും കഴിയും. എങ്കിൽ വിക്രമിന് വേണ്ടിയും അങ്ങനെ ഒരു പെറ്റീഷൻ നമുക്ക് ഫയൽ ചെയ്തുകൂടെ എന്ന് രാജേട്ടൻ ചോദിച്ചു. അതിൽ ചെറിയൊരു പ്രശ്നമുണ്ട് എന്ന് ഇയാൾ പറയാം. അപ്പോൾ രാജേട്ടനും ഇങ്ങനെ നോക്കി നിൽക്കും. നമ്മൾ സംശയിച്ചതുപോലെ വിക്രം വാസുവിൻ്റെ കസ്റ്റഡിയിലാണെങ്കിൽ അവന് ഒരിക്കലും ലോകം കാണിക്കാൻ അയാൾ തയ്യാറായില്ല എന്ന് വരും. പിന്നെ അവൻ്റെ ജീവനെ ബാധിക്കുന്ന ഒരു മൂവിങ് ആയിരിക്കും അത്. അതുകൊണ്ട് നമുക്കത് ചെയ്യാൻ പറ്റില്ല എന്നും ശ്രീനിവാസൻ പറയുക. അതുകൊണ്ട് തൽക്കാലം ഇത് കൊടുത്തിടാം എന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കും നമ്മുടെ വേദ ഇങ്ങനെ ഇരിക്കുന്നു. വേദയുടെ അടുത്ത് നേരത്തെയും ദീപ്തി വന്നിരിക്കുക കേട്ടോ. വേദ ദീപ്തിയെ നോക്കുന്നത് പോലുമില്ല. ദീപ്തിക്ക് എന്തോ പറയാനുണ്ട് വേദയോട്, പക്ഷേ എന്ത് പറയണം, എങ്ങനെ തുടങ്ങണം എന്നറിയാതെ അങ്ങനെ ഇരിക്കുക. അപ്പോഴേക്കും അമ്മ അവിടുന്ന് മക്കൾക്ക് 2 പേർക്കും ചായയോ ജ്യൂസോ ഏതാണ്ടൊക്കെ ആയിട്ട് വന്നു. അപ്പോൾ വേദയാണെങ്കിൽ ഇങ്ങനെ നോക്കാതിരിക്കുന്ന സമയത്ത് വേദയൊന്ന് ദീപ്തി ഇങ്ങനെ നോക്കി. അപ്പോൾ അമ്മ ഇങ്ങനെ 2 മക്കളെയും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി നോക്കുക. 2 പേരും മിണ്ടുന്നില്ലല്ലോ. ആ സമയത്ത് അമ്മയും വന്ന് മക്കളുടെ അരികിലിരുന്നു. മക്കൾക്ക് മുന്നിൽ ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ദീപ്തി ഇങ്ങനെ അമ്മയെ നോക്കിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുക കേട്ടോ. അപ്പോൾ അമ്മയ്ക്ക് മനസ്സിലായി മക്കൾ തമ്മിലുള്ള പിണക്കം. നിങ്ങളോട് കുറച്ച് കാര്യമായി സംസാരിക്കണമെന്ന് എനിക്കുണ്ടായിരുന്നു, അതിനുള്ള സമയം ഇതുവരെ എനിക്ക് കിട്ടിയില്ല എന്ന് അമ്മ ഇങ്ങനെ പറയുന്നു. അപ്പോൾ ഇങ്ങനെ വേദ ദീപ്തി ഒന്ന് നോക്കി. ഒരു പ്രായം കഴിഞ്ഞാലേ അച്ഛനും അമ്മയും പറയുന്നത് ശരിയല്ല എന്നും അവർ പഴഞ്ചനായി പോയി എന്നൊക്കെ മക്കൾക്ക് തോന്നുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതാ ഇത് തന്നെയാണ് തോന്നലുണ്ടാക്കാനുള്ള കാരണം എന്ന് ദീപ്തി അന്നേരം പറഞ്ഞു. ലോകത്ത് മിക്കവാറും അച്ഛനമ്മമാരും ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഒരുമാതിരി ഉപദേശവും കുറേ തത്വങ്ങളുമായിട്ട് നടക്കുന്നവർ അവസരം കിട്ടിക്കഴിഞ്ഞാൽ മക്കളുടെ തൊണ്ടയിലിട്ട് അത് ഇട്ട് പൊട്ടിക്കലാണ്. അതവരുടെ പ്രധാന ജോലിയാണെന്നൊക്കെ ദീപ്തി പറയാം. ഇതിങ്ങനെയാണ്, ഇതങ്ങനെയാണ്. എതിർക്കാൻ ചെന്ന മക്കളെക്കാളും കൂടുതൽ ഓണമുണ്ട കണക്കെടുപ്പും. ദീപ്തി അമ്മയ്ക്ക് പറയാനുള്ളത് പറയട്ടെ എന്ന് വേദ. അപ്പോൾ വേദച്ച് വേണമെങ്കിൽ കേട്ടോ, എനിക്ക് കേൾക്കണ്ട ഈ പഴംപുരാണം, അത്രയേ ഉള്ളൂ എന്ന് ദീപ്തി അവിടെ എന്നിങ്ങനെ പറയാം. അത് കേട്ടപ്പോൾ അന്തം വിട്ടു ഇരിക്കുക ഇവർ 2 പേരും. ദേഷ്യവും വിഷമവും കൊണ്ട് ഭ്രാന്ത് പിടിച്ച് നിൽക്കുമ്പോഴായിരിക്കും ഇങ്ങനെയുള്ള ഉപദേശങ്ങളെന്നൊക്കെ പറഞ്ഞു. മറക്ക്, മുന്നോട്ട് പോയി നോക്കി ജീവിക്കുക എന്നൊക്കെ ഉപദേശിക്കാൻ ഈ ലോകത്ത് ആർക്ക് വേണമെങ്കിലും പറ്റും. അനുഭവിക്കുന്നതും ഉപദേശിക്കുന്നതും രണ്ടും രണ്ടാണ് അമ്മയെന്ന് പറഞ്ഞു. അതിന് ഞാൻ നിങ്ങളോടൊന്നും പറഞ്ഞില്ലല്ലോ ദീപ്തി, പറഞ്ഞോ എന്ന് അമ്മ ദീപ്തിയോട് ചോദിച്ചു. ദീപ്തി ചമ്മിപ്പോയി. ഉപദേശിക്കാനോ തിരുത്താനോ അല്ലെങ്കിൽ നീ പറഞ്ഞതുപോലെ കുറേ തത്വങ്ങൾ പഠിപ്പിക്കാനൊന്നും അല്ല ഞാനിങ്ങോട്ടേക്ക് വന്നത്. അമ്മയ്ക്ക് എന്താ പറയാനുള്ളതെന്ന് അന്നേരം വേദ ചോദിച്ചു. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ പറ്റിയും സ്വപ്നങ്ങളെ പറ്റിയൊക്കെ പറയുമ്പോഴേ ഒരു കാര്യം നിങ്ങൾ ഓർക്കണം മോളെ, അച്ഛനമ്മമാരും സ്വപ്നം കാണുന്നതും ആലോചിക്കുന്നതും അതേ കാര്യങ്ങൾ തന്നെയാണ് എന്നുള്ളത്. മക്കൾ ജനിച്ച് വളർന്നു വരുമ്പോൾ അവരെക്കുറിച്ച് കുറേ പ്രതീക്ഷകളും സ്വപ്നങ്ങളും ഒക്കെ കൂടെയാണ് വളർന്നു വലുതാകുന്നതെന്നുള്ള കാര്യം പറയുകയാണ്. പിന്നെ ഒരു ദിവസം അതെല്ലാം നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിന് മേലുള്ള നിയന്ത്രണമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതിനൊക്കെ ഒരേ ഒരു കാരണം മാത്രമേ ഉള്ളൂ. അതിന് പിന്നിലുള്ള സ്നേഹം നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല എന്നുള്ളതാണെന്ന കാര്യം അമ്മ മക്കൾക്ക് പറഞ്ഞു കൊടുത്തു. അപ്പോഴത്തേക്കും ദീപ്തിയുടെ കണ്ണൊക്കെ നിറഞ്ഞു. കഴിഞ്ഞ 1 വർഷം കൊണ്ട് ജീവിതത്തിൽ കുറേ കാര്യങ്ങൾ സംഭവിച്ചു. അത് നിങ്ങളുടെ അച്ഛനുണ്ടാക്കിയ നാണക്കേടിനെ പറ്റി എപ്പോഴെങ്കിലും നിങ്ങളൊന്ന് ആലോചിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുക. സ്വാതന്ത്ര്യത്തെക്കുറിച്ചും വ്യക്തിത്വത്തെക്കുറിച്ചൊക്കെ ബോധം ഉണ്ടായാൽ മാത്രം പോരാ. ഉത്തരവാദിത്തങ്ങളെ പറ്റിയും കടമകളെ പറ്റിയും നിങ്ങൾ അറിയണമെന്ന കാര്യവും അമ്മ ദീപ്തിക്കൊക്കെ പറഞ്ഞു കൊടുക്കുക. അച്ഛനോട് നിങ്ങൾ നിങ്ങളുടെ ഉത്തരവാദിത്വം നിറവേറ്റി എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചു. അതിന് ഇവർക്ക് പറയാനൊന്നുമില്ല. ലോകത്ത് ഒരു പെൺകുട്ടിയും ചെയ്യാത്തതുപോലെ വേദ ഒരു ജീവിതം തിരഞ്ഞെടുത്തു. അപ്പോൾ വേദ ഇങ്ങനെ നോക്കുവാണേ, നിനക്കത് സ്വാതന്ത്ര്യമായൊക്കെ തോന്നുന്നുണ്ടാകാം, പക്ഷേ നാട്ടുകാർ പറഞ്ഞതേ പണിക്കത്ത് ശങ്കരനാരായണൻ്റെ മകൾ തോന്നിവാസം കാണിച്ചു എന്ന് തന്നെയാണെന്ന കാര്യം അമ്മ പറയണം. ദീപ്തിയുടെ കാര്യം വന്നപ്പോഴോ ചേച്ചിയെ കടത്തിവെട്ടാനല്ലേ ഇവളും നോക്കിയതെന്നുള്ള കാര്യം ചോദിക്കുവാണ്. അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ വേദയ്ക്ക് സങ്കടം. കഴിഞ്ഞത് കഴിഞ്ഞു, ഇനി അതേക്കുറിച്ച് പറഞ്ഞിട്ടൊന്നും യാതൊരു കാര്യമില്ലെന്നും എനിക്കറിയാം. പക്ഷേ തിരുത്താനും ജീവിക്കാനും ഇനിയും സമയമുണ്ടെന്നുള്ള കാര്യം അമ്മ പറയുക. അന്നേരം ദീപ്തി വേദയെ നോക്കുവാണ്. പക്ഷേ അതിന് തയ്യാറാവേണ്ടത് നിങ്ങളാണെന്നുള്ള കാര്യവും
അമ്മ പറഞ്ഞു കൊടുക്കുകയാണ് മക്കൾക്ക്. മക്കൾ വഴി തെറ്റുമ്പോൾ സങ്കടപ്പെടാൻ മാത്രമല്ല, അവർ തെറ്റ് തിരുത്തുമ്പോൾ സന്തോഷിക്കാനും അച്ഛനമ്മമാർക്ക് പറ്റുമെന്നും, പക്ഷേ മക്കൾക്കും കൂടി അത് തോന്നണമെന്ന് മാത്രമേ ഉള്ളൂ എന്ന കാര്യവും പറയുകയാണ് അമ്മ. നമ്മൾ ജീവിക്കേണ്ടത് നമ്മൾക്ക് വേണ്ടി മാത്രമൊന്നുമല്ല മക്കളെ, നമുക്ക് ചുറ്റുമുള്ളവരെ കാണണം. വല്ലപ്പോഴെങ്കിലും നമ്മൾ കാരണം മറ്റുള്ളവർ സന്തോഷിക്കുന്നുണ്ടോ എന്നുകൂടി നോക്കണം എന്ന കാര്യം അമ്മ പറഞ്ഞു കൊടുക്കുക. അല്ലെങ്കിലേ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കരുതുന്ന വിലയൊന്നും ഉണ്ടായിന്ന് വരില്ല. അതുകൂടി ഓർത്താൽ അത് നല്ല കാര്യമായിരിക്കും എന്നും പറഞ്ഞു. അങ്ങനെ അതെല്ലാം പറഞ്ഞിട്ട് ഉപദേശിച്ചതോ അല്ലെങ്കിൽ നീ പറഞ്ഞതുപോലെ തത്വബോംബൊന്നും പൊട്ടിച്ചതല്ല ഞാൻ കേട്ടോ. അച്ഛൻ്റെ സങ്കടവും വേദനയൊന്നും നിങ്ങളോട് പറയില്ല, പക്ഷേ അതറിയാം എനിക്ക്. അത് കണ്ടു ജീവിക്കുന്ന ഒരാളാണ് ഞാനെന്ന കാര്യമൊക്കെ ഇങ്ങനെ പറയുക. അതും പറഞ്ഞ് അമ്മ എഴുന്നേറ്റ് പോയി. അപ്പോൾ ഇത് അമ്മ പറഞ്ഞതാണെന്ന് തോന്നുന്നുണ്ടോ ചേച്ചിക്ക്? അമ്മ പോയി കഴിഞ്ഞപ്പോൾ ദീപ്തി വേദയോട് ചോദിക്കാം. ഇത് അച്ഛൻ്റെ പ്ലാനാണെന്നും അമ്മ വഴി അച്ഛൻ്റെ തീരുമാനങ്ങൾ നമ്മുടെ അടുത്ത് എത്തിക്കാനുള്ള വഴിയാണെന്ന് ദീപ്തി ഇങ്ങനെ വേദയോട് പറഞ്ഞു. പക്ഷേ ഞാനെന്തായാലും ഒരു തീരുമാനവും ഇനി അനുസരിക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു. പിന്നെ ചേച്ചിക്കറിയാവോ, വരുൺ മരിച്ച വാർത്ത അറിഞ്ഞപ്പം അപ്പോൾ ഇവരെല്ലാം സത്യത്തിൽ സന്തോഷിക്കുകയായിരുന്നു. എനിക്കതറിയാം. ഇനി എൻ്റെ ജീവിതത്തിൽ അവൻ ഉണ്ടാവില്ലല്ലോ എന്നുള്ള സന്തോഷമായിരുന്നു അവർക്കെല്ലാം എന്ന് പറഞ്ഞപ്പം അങ്ങനെയൊന്നും വിചാരിക്കേണ്ട ദീപ്തി എന്ന് വേദ പറഞ്ഞു. ഞാൻ പിന്നെ എങ്ങനെ വിചാരിക്കണം? ആര് വിശ്വസിക്കണം? എന്താ ഞാൻ ചെയ്യേണ്ടത്? കൂടെ നിൽക്കുമെന്ന് വാക്ക് തന്നിട്ട് അവസാനം ചതിച്ച് കൊല്ലാൻ നോക്കിയവരെയാണോ എന്ന് ചോദിക്കുമ്പം, മോളെ ദേ വിക്രം അത് ചെയ്തിട്ടില്ല, ഒരിക്കലും വിക്രം അത് ചെയ്യില്ല എന്ന് വേദ പറയാം. നീ എന്നെ ഒന്ന് വിശ്വസിക്കാൻ പറയുമ്പം ഇല്ല, എനിക്ക് ആരെയും വിശ്വാസം ഇല്ലാന്നായി പിന്നെ ദീപ്തി. എല്ലാവർക്കും അവനവൻ്റെ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് ദീപ്തി ഇരുന്ന് കരയാം. അച്ഛനായാലും അമ്മയ്ക്കായാലും ചേച്ചിക്കായാലും ആർക്കും അവരവരുടെ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ചേച്ചിക്കറിയാവല്ലോ, ഒരു കാലത്തും ഈ വീട്ടിൽ ആരും എൻ്റെ ഇമോഷണലിൽ വില തന്നിട്ടേ ഇല്ല. എല്ലാവർക്കും വലുത് ചേച്ചിയായിരുന്നു. വേദയെ കണ്ടുപിടിക്കുന്ന പറഞ്ഞു മാത്രമേ ഞാൻ കേട്ടിട്ടുള്ളൂ. എല്ലാ സ്ഥലത്തും ചേച്ചിക്ക് മാത്രം സ്ഥാനം ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം സ്ഥാനം ഉണ്ടായിരുന്ന ഒരാളാണ് ഞാൻ. എനിക്ക് ജീവിതത്തിൽ ഒരു വില തന്നതേ എൻ്റെ വരുണായിരുന്നു എന്നൊക്കെ ദീപ്തി ഇങ്ങനെ പറയുമ്പോൾ വേദ ഞെട്ടി. അപ്പം പോയപ്പോൾ ഇവിടെയുള്ള എല്ലാവരും ഹാപ്പി. എന്നിട്ടിപ്പോൾ ഇവരുടെ സന്തോഷത്തിന് ഇവർ പറയുന്ന പോലെ ഞാൻ ജീവിക്കണോ എന്ന് ദീപ്തി വേദയോട് ചോദിക്കുക. ഇല്ല, ഒരിക്കലും ഇല്ല, ദീപ്തി അതിന് കിട്ടില്ല എന്നും പറഞ്ഞുകൊണ്ട് ദീപ്തി ഇങ്ങനെ ഒറ്റക്കാലിൽ തന്നെ ഇരിക്കുന്നു. ഇതൊക്കെ കേട്ട് വേദ അന്തം വിട്ടിരിക്കുക. അത് കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് മക്കൾക്ക് ചൂട് പിടിച്ചു കൊടുക്കാൻ ഭാര്യമാരോട് അച്ഛൻ പറഞ്ഞു. അങ്ങനെ നന്ദിനി ചൂട് വെച്ച് കൊടുക്കുക. അപ്പോൾ പതുക്കെ പിടിക്കടി, ചൂട് കൂടുതലാടി എന്ന് പറഞ്ഞപ്പോൾ അത് ചൂട് കൂടുതലായതുകൊണ്ടല്ല, നിങ്ങളുടെ ദേഹം മുഴുവൻ ചതഞ്ഞു കിടക്കുന്നത് കൊണ്ടാണെന്ന് നന്ദിനി പറയാം. മനുഷ്യൻ്റെ തോല് വരെ അങ്ങ് ഇരിഞ്ഞു പോയെന്ന് ഈ നമ്മുടെ വിനായകൻ പറയുക നന്ദിനിയോട്. നന്ദിനി എന്നിട്ട് ഇങ്ങനെ ചൂട് വെച്ച് കൊടുത്തോണ്ടേ ഇരിക്കും കേട്ടോ. അയ്യോ എന്നും പറഞ്ഞ് ചൂട് വയ്ക്കുന്നു. അപ്പോഴേക്കും വിശ്വേട്ടന് ചൂട് വെക്കണ്ടേ എന്ന് വിനായകൻ ചോദിച്ചു. അപ്പോൾ വേണ്ട വിനായക, എനിക്ക് വലിയ പ്രശ്നമൊന്നും ഇല്ല എന്ന് പറഞ്ഞു. പ്രശ്നം കാണത്തില്ല, അടി കിട്ടിയത് മുഴുവൻ എനിക്കാണല്ലോ എന്ന് ഇങ്ങനെ പറയാ ഈ വിനായകൻ. അപ്പോൾ നമുക്ക് അറിയില്ല എന്നുള്ള വിവരം പറഞ്ഞില്ലേ മാഷേ, എന്നിട്ടും എന്തിനാ അയാൾ ഇങ്ങനെ എന്ന് കമല ചോദിക്കുമ്പം, എൻ്റെ മുന്നിലിട്ട് എൻ്റെ മക്കളെ തല്ലുന്നത് ഞാൻ കണ്ടു തീർക്കുന്നത് അയാൾക്ക് കാണണം. അത് കണ്ട് അയാൾക്ക് ആനന്ദിക്കണം, അതല്ലാതെ വേറെ ഒന്നും അതിലില്ല കമല എന്ന് പറയാ കേട്ടോ. അച്ഛൻ ഈശ്വരൻ എന്തൊരു വിധിയാണ് ഇത്, എന്ത് പാപം ചെയ്തിട്ടാ എൻ്റെ മക്കൾക്ക് ഇങ്ങനെയൊക്കെ വന്നതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ പറയുന്നത് കൊണ്ടൊന്നും തോന്നരുതമ്മേ, ഇത് അമ്മയുടെ മൂത്ത 2 മക്കളുടെയും കുഴപ്പമല്ല. ഇളയവൻ്റെ ചെയ്തികൾക്ക് മൂത്തവർ അനുഭവിക്കുന്നതേ ഉള്ളൂ എന്ന് നന്ദിനി അന്നേരം പറഞ്ഞു. അന്നേരം നന്ദിനിയുടെ നേരെ ഒരു നോട്ടം നോക്കി അച്ഛൻ. അപ്പം ഇനിയും ഞാൻ പറഞ്ഞതുകൊണ്ട് എന്നെ ചീത്ത പറയാനും കുടുംബത്തിൽ നിന്ന് പുറത്താക്കാനും ഒന്നും നിൽക്കണ്ട എന്ന് നന്ദിനി അച്ഛനോട് ചാടിക്കയറുന്നതിനും പറയാം. വിശ്വനും വിനയേട്ടനും ഇക്കാര്യത്തിൽ നിരപരാധികളല്ലേ? അല്ലേ? എന്നിട്ടും ഇങ്ങനെ അടി വാങ്ങി കൂട്ടുന്നത് അവൻ ഒറ്റൊരുത്തൻ കാരണമല്ലേ എന്ന് ചോദിച്ചു. അല്ലെങ്കിൽ ഈ ശ്രീജേടത്തി പറയട്ടെ എന്ന് നമ്മുടെ നന്ദിനി. അപ്പോൾ അതെ ശ്രീജയുടെ നേരെ നോക്കാം. നന്ദിനി പറഞ്ഞത് കേട്ടാലേ വിക്രമാണ് വരുണിൻ്റെ കൊലപാതകയെന്ന് തോന്നുമല്ലോ എന്ന് ശ്രീജ. അയ്യോ ശ്രീജേടത്തി, ഞാൻ അങ്ങനെ പറഞ്ഞില്ല. മുമ്പ് അവൻ ചെയ്തു കൂട്ടിയ കാര്യങ്ങളുടെയൊക്കെ ഫലം ഇപ്പം അനുഭവിക്കുന്നതേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് നന്ദിനി വലിയ ഡയലോഗ് ഇറക്കി. അത് കേട്ടപ്പം മുമ്പൻ അവനവൻ ചെയ്ത തെറ്റുകൾക്ക് ഇപ്പോൾ ഈ ഒരു രീതിയിൽ ഫലം കിട്ടുന്നു എന്നും അതിന് പറയാമല്ലോ നന്ദിനി എന്ന് നമ്മുടെ മാഷ്. അപ്പോഴത്തേക്കും അയ്യേ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക. ഒട്ടും പ്രതീക്ഷയില്ല അങ്ങനെ ഒരു മറുപടി കിട്ടുമെന്നുള്ളത്. ആരുടെ തലയിലും കുറ്റം ചാരാനൊന്നും നിൽക്കണ്ട. കുടുംബത്തിനെ മുഴുവൻ ബാധിച്ചിരിക്കുന്ന ഒരു പ്രശ്നമാണിത്. അത് ഒരുമിച്ച് തന്നെ അനുഭവിച്ചേ തീരുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് അച്ഛൻ പറഞ്ഞു. അപ്പോൾ അതേ നമ്മുടെ നന്ദിനിയും ഇങ്ങനെ ഓരോന്ന് പറയുമ്പോൾ വിനായകൻ നിനക്കൊന്നും മിണ്ടാതിരുന്ന് ചൂട് പിടിക്കാവോ എന്ന് ചോദിച്ചു.
ഈ വീട്ടിലെ പ്രശ്നങ്ങൾ എന്ന് തീരും എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും. അമ്മ അങ്ങനെയൊന്നും വിചാരിക്കണ്ട. ആ ഇൻസ്പെക്ടർക്ക് തോന്നിയ ഇനിയും ഇത് അവർ ആവർത്തിക്കും. ഭേദയ്ക്ക് അത്രയും കരുതൽ ഈ കുടുംബത്തോടുണ്ടായിരുന്നെങ്കിൽ ആ ഇൻസ്പെക്ടർക്കെതിരെ കേസ് കൊടുത്ത് വാദിക്കണം. നിരപരാധികളായ 3 പേരെ സ്റ്റേഷനിൽ കയറ്റി തല്ലിച്ചതച്ചതിന്. അത് ചെയ്യൂ അവള്? ഇല്ലല്ലോ. പിന്നെ അവരോട് എന്താ പറയണേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നന്ദിനി ഇങ്ങനെ അവിടെ വേദയ്ക്ക് കുറ്റം പറയാനുള്ള അവസരം കിട്ടിയപ്പോൾ അത് കളയാതെ അത് ഉപയോഗിക്കും കേട്ടോ. സ്വന്തം ഭർത്താവ് വടി കിട്ടി പുറം മുറിഞ്ഞു വന്നിരിക്കുമ്പോൾ പോലും അവളെ കുറ്റം പറയാനുള്ള നിന്റെ ഈ ഉത്സാഹത്തിന് ഒരു കുറവുമില്ലല്ലോ അല്ലേ എന്ന് മാഷ് ദേഷ്യത്തോടെ നന്ദിനിയോട് ചോദിച്ചു. എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക നന്ദിനി പിന്നെ ചൂട് വെച്ച് കൊടുത്തുകൊണ്ടേ ഇങ്ങനെ ഇരിക്കുക. അല്ലച്ച ഞാനതിന് അവള് മതിയെന്ന് പറഞ്ഞില്ലേ, ഇനി കൂടുതൽ നീ സംസാരിക്കണ്ട. വിക്രത്തെയും വേദിയെയും ചൊറിയാനൊരു അവസരം കിട്ടിയപ്പോൾ എല്ലാ കുറ്റങ്ങളും കൂടി നീ അവരുടെ തലയിലേക്ക് വെച്ച് കൊടുക്കുക അല്ലേ? അപ്പോൾ അങ്ങനെ ഈ കാര്യങ്ങളെല്ലാം ഇവരങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ആ ഒരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ കഥ ഇവിടെ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണേ. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. സീ യു അഗൈൻ. ടേക്ക് കെയർ. ബൈ ബൈ. ടാറ്റാ.